നമ്മുടെ ഡെപ്പോസിറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടാൻ നേരത്തെ എല്ലാ ബാങ്കുകളുടെയും SBI എങ്ങനെയാണ്, അതുപോലെ തന്നെ കാനറ ബാങ്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ കാത്തലിക് സിറിയൻ ബാങ്ക് എങ്ങനെയാണ്, ഇസാഫ് ബാങ്ക് എങ്ങനെയാണ്, ഇങ്ങനെ നോക്കിയിട്ട് ട്രഷറി സേവിങ്സ് ബാങ്ക് എങ്ങനെയാണ്, ഇതെല്ലാം നോക്കിയിട്ട് ഏറ്റവും നല്ല റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരുന്ന സോഴ്സ് ഏതോ ആ സോഴ്സിൽ കൊണ്ടുപോയി ഇടും. അത് മുത്തൂറ്റാണെങ്കിൽ അവിടെ കൊണ്ടുപോയി ഇടും. എന്നിട്ട് മുത്തൂറ്റ് പൊട്ടുമ്പോൾ ചങ്കിടിപ്പോടെ കരഞ്ഞ് നടക്കും. ഇതാണ് നമ്മളെ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഉയർന്ന ഇൻട്രസ്റ്റ്, ഉയർന്ന വരുമാന മാർഗ്ഗം എവിടെയുണ്ടോ അവിടെയാണ് നമ്മുടെ സേവിങ്സ് നമ്മൾ നിക്ഷേപിക്കാൻ താല്പര്യം കാണിക്കുക. അപ്പം ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഫെഡറൽ റിസർവ് സിസ്റ്റം ഡോളറിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 0.5% കുറച്ചപ്പോൾ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നവർ അത് ഡോളറിൽ നിന്ന് പിൻവലിച്ചു കഴിഞ്ഞാൽ ഇനി എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം? ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല കുതിപ്പാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയാണെങ്കിലും BSE സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിഫ്റ്റിയിലും മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ NSEയിലും മാറ്റം വന്നു, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും അതുപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നിഫ്റ്റിയിലും വലിയ ഉയർച്ച, വലിയ എടുത്തിയാട്ടം ഉണ്ടായിട്ടുണ്ട് വിലയിൽ. അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവരും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും എന്ത് വിചാരിക്കും? ഇന്ത്യ ഈ ഗാസ ഇസ്രായേൽ യുദ്ധത്തിൽ നിന്ന് വളരെ ദൂരെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പം സാധാരണ രീതിയിൽ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. യൂറോപ്പിലെ ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടുന്നതിനേക്കാളും നല്ലതാണ് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിലിട്ടാൽ. അങ്ങനെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരും. പിന്നെയും ഒരുപാട് പേര് ആലോചിക്കുന്നത് ഇന്ത്യ എവിടെ ഇട്ടാലും ലോകമഹായുദ്ധം എങ്ങാനും വരികയാണ് എന്നുണ്ടെങ്കിൽ എവിടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇട്ടാലും സ്റ്റോക്ക് മാർക്കറ്റ് പാടെ തകരും. അപ്പോൾ പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടുന്നത് അത്ര സേഫ് അല്ല. അങ്ങനെയാകുമ്പോൾ സേഫറായിട്ടുള്ള മാർഗ്ഗം ഏതാണ്? സ്വർണം തന്നെ. അങ്ങനെ സ്വർണത്തിലേക്ക് നിക്ഷേപിക്കാം എന്ന് കരുതി സ്വർണത്തിൽ നിക്ഷേപിക്കുന്നവരുടെ എണ്ണം സ്റ്റോക്ക് മാർക്കറ്റിൽ, അതായത് ഫെഡറൽ റിസർവ് സിസ്റ്റത്തിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചു, ഡോളർ അനാകർഷകമായി. ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നവർ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിൻവെസ്റ്റ് ചെയ്ത്, അതായത് അത് അവിടുന്ന് ഊരിയെടുത്ത് കൊണ്ടുവന്ന് ഇനി എവിടെ എന്ന് ചോദിക്കുമ്പോഴാണ്, അതായത് ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണോ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണോ? ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വലിയ തരക്കേടില്ല തൽക്കാലം. പക്ഷേ ഒരു ലോകമഹായുദ്ധം വന്നാൽ ഷെയർ മാർക്കറ്റുകളൊക്കെ കൊളാപ്സ് ചെയ്യും. അപ്പോൾ പിന്നെ ഏതാണ് നല്ല ഓപ്ഷൻ? സ്വർണം തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഒരിക്കലും മൂല്യം കാര്യമായിട്ട് താഴേക്ക് പോകില്ല. ചെറിയ ചെറിയ ചാഞ്ചാട്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും വലിയ ചാഞ്ചാട്ടം ഉണ്ടാവില്ല. അത് മാത്രവുമല്ല, സ്വർണം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് കുറച്ച് പാടുള്ള കാര്യം തന്നെയാണ്. എങ്കിലും അതെപ്പോഴും ഒരു അസറ്റായിട്ട് തന്നെ ഇരിക്കും. വലിയ ബുദ്ധിമുട്ടില്ലാതെ അതിനെ പണമാക്കി മാറ്റാം. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഉദ്ദേശിച്ച് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നു. അങ്ങനെ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് കൊണ്ടാണ് തൽക്കാലം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതാണ് മറ്റേതൊരു രീതിയിൽ നിക്ഷേപിക്കുന്നതിനേക്കാളും നല്ലത്. അങ്ങനെയാണ് സ്വർണത്തിൻ്റെ വില ഈ സർവകാല റെക്കോർഡിലേക്ക് ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് അനാകർഷകം എന്ന് നമുക്ക് ആർക്കും തോന്നേണ്ട കാര്യമില്ല. പക്ഷേ ഒരു ലോകമഹായുദ്ധം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ലോകം തന്നെ ഇല്ലാതെയാകുന്ന, മനുഷ്യരാശി തന്നെ ഇല്ലാതെയാകുന്ന ഒരവസ്ഥ വന്നാൽ സ്വർണമോ വെള്ളിയോ എന്ത് തന്നെയാണെങ്കിലും ആ അസറ്റ്സിനൊക്കെ ഓണറായിട്ട് നിങ്ങൾക്കോ എനിക്കോ ഇരിക്കാൻ പറ്റുമെന്ന് കരുതരുത്. അതുകൊണ്ട് ഒരു ലോകമഹായുദ്ധം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം, പ്രവർത്തിക്കാം. അതിനിടയ്ക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് തൽക്കാലം സ്വർണത്തിൽ തന്നെ ഇടുന്നതാണ് ഉത്തമം. ഒരു വർഷം കൊണ്ട് ഒരു പവൻ്റെ വിലയിൽ വന്ന മാറ്റം 11,880 രൂപയാണ്. ഒറ്റ വർഷം കൊണ്ടുണ്ടായ വളർച്ച. അതുപോലെ ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വിലയിൽ ഒറ്റ വർഷം കൊണ്ടുണ്ടായ മാറ്റം തന്നെ 1485 രൂപയാണ്. എന്താണ് ഇത്ര അധികം വില വർധനവ് ഈ സ്വർണത്തിലുണ്ടായത്? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം യുദ്ധഭീഷണി തന്നെ. നമുക്കറിയാം, കോവിഡ് കഴിഞ്ഞ 2022 തന്നെ യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങുന്നു. കോവിഡ് തീരുന്നതിന് മുൻപ് തന്നെ ആ യുദ്ധം തുടങ്ങുന്നു. ആ യുദ്ധം ഇപ്പോഴും തീർന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പുറപ്പെടും, പിന്നെ പതുക്കെ ശാന്തമാകും, അങ്ങനെ നിൽക്കുകയാണ്. അതോടൊപ്പമാണ് ഇസ്രായേൽ ഗാസ യുദ്ധം തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊരികൾ ഇപ്പോഴും അടങ്ങാതെ നമ്മളെ ലോകത്തെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉപരോധം, റഷ്യ ലെബനൻ യുക്രൈൻ യുദ്ധം വന്നതോടുകൂടി പാശ്ചാത്യ രാജ്യം റഷ്യക്കെതിരെ ഉപരോധം കൊണ്ടുവന്നു. അതോടുകൂടി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ വില വലിയ തോതിൽ വർദ്ധിച്ചു, ലഭ്യത കുറഞ്ഞു. ലഭ്യത കുറയുമ്പോഴാണല്ലോ
ഡിമാൻഡ് അതുപോലെ തന്നെ നിൽക്കുമ്പോൾ ലഭ്യത കുറഞ്ഞാൽ വില വർധനവുണ്ടാകും. അങ്ങനെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും മറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെയും എല്ലാം വില വർധനവുണ്ടായി. അപ്പം അതൊക്കെ കഴിഞ്ഞ് വിലക്കയറ്റം, ഇനി കോവിഡും ഒക്കെ കഴിഞ്ഞ് ഈ പറയപ്പെട്ട ദൗർലഭ്യങ്ങളിൽ നിന്നൊക്കെ കുറച്ച് കുറവ് വന്ന് നമ്മൾ സാധാരണ രീതിയിലേക്ക് ലോകം വരുന്നു എന്ന് വിചാരിക്കുമ്പോഴേക്കാണ് ഇസ്രായേൽ ഗാസ യുദ്ധം വരുന്നത്. അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെയും ഒരു സമാധാനാന്തരീക്ഷത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആരെങ്കിലും യുദ്ധത്തിൻ്റെ പുക സൃഷ്ടിക്കും. അപ്പോൾ അങ്ങനെ ഇത് നീണ്ടു പോവുകയാണ്. വിലക്കയറ്റമാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയിൽ തന്നെ വിലക്കയറ്റം തരക്കേടില്ലാത്ത രീതിയിൽ താഴേക്ക് കൊണ്ടുവന്നു. 2.5% വിലക്കയറ്റത്തെ 9% നിന്ന് 9.1% നിന്ന് 2.5% വിലക്കയറ്റത്തെ നിയന്ത്രിക്കാനായി. അങ്ങനെ നിയന്ത്രിച്ചപ്പോഴാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഫെഡറൽ റിസർവ് ബാങ്ക് പലിശ നിരക്കിൽ 0.5% കുറവ് വരുത്തിയത്.